വർഷങ്ങളായി ഇറാനും റഷ്യയും ചേർന്ന് കാത്തു സംരക്ഷിച്ച സിറിയയെ അട്ടിമറിയിലൂടെ പിടിച്ചടക്കിയ വിമത സംഘത്തിന് ഇപ്പോൾ ആവശ്യം ലോകത്തിന് മുന്നിൽ അവരെ ചേർത്ത് നിർത്തുന്ന ലോകത്തിലെ തന്നെ ശക്തനായ നേതാവിനെയാണ്. അതിന് അവർക്കധികം ആലോചിക്കേണ്ടതായി വന്നില്ല. ഉത്തരം വ്ളാഡിമിർ പുടിൻ എന്നുതന്നെയാണ്. റഷ്യൻ സൈന്യം സിറിയ വിടരുത് എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിറിയൻ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത വിമത സംഘമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായിരിക്കും അവർക്കിപ്പോൾ റഷ്യയോട് ഇത്ര അടുപ്പം തോന്നാൻ കാരണം? നമുക്ക് പരിശോധിക്കാം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന പ്രയോഗമുണ്ടല്ലോ, അതിനോട് 100% നീതി പുലർത്തിയ സമീപനമായിരുന്നു സിറിയയിലെ ഭരണമാറ്റ സമയത്ത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സിറിയൻ പ്രദേശത്ത് കടന്നുകയറി അധിനിവേശം നടത്തിയ ഇസ്രയേൽ അപ്രതീക്ഷിതമായി നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് സിറിയയിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴികെയുള്ള മിക്ക പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ വ്യോമസേന 2 ദിവസത്തിൽ മാത്രം നടത്തിയിരിക്കുന്നത് 480 ആക്രമണങ്ങളാണ്. ഇപ്പോഴും അവർ ആ ആക്രമണങ്ങൾ തുടർന്നു വരികയാണ്. സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ അസാദിന്റെ പടിയിറക്കം മറ്റാരേക്കാളും ഇസ്രയേൽ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ. ഇതിനുവേണ്ടി വർഷങ്ങളായി വിമതർക്ക് വേണ്ടി സഹായങ്ങൾ നൽകാനും ഇസ്രയേൽ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്രയേൽ മാത്രമല്ല, സിറിയൻ ഭരണകൂടത്തെ കാത്തുരക്ഷിക്കുന്ന റഷ്യ എന്ന വൻമരത്തിന്റെ തണൽ മുറിക്കാനായി അമേരിക്കയും നന്നായി പ്രയത്നിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നാറ്റോ സഖ്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിലയുറപ്പിക്കുകയും ഫലസ്തീൻ വിഷയത്തിൽ മലക്കം മറിയുകയും ഒക്കെ ചെയ്ത തുർക്കിയും സിറിയയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ വിമതർക്കൊപ്പം തന്നെയാണ് നിലയുറപ്പിച്ചത്. ഇസ്രയേലിന്റെ മൊസാദും അമേരിക്കയുടെ CIA ഈ വിഷയത്തിൽ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതികൾ വളരെ വൈകിയാണെങ്കിലും വിമതസേന തിരിച്ചറിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. സിറിയയെ തകർക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു അവർ ഇത്ര നാളും സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എന്ന തിരിച്ചറിവാണ് ഇന്ന് വിമതസേനയെ റഷ്യയിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. ഇസ്രയേലിനെയും ഇസ്രയേലിന്റെ ശക്തി പകരുന്ന അമേരിക്കയെയും ഇന്ന് നിലയ്ക്ക് നിർത്താനാകുന്ന ഒരു നേതാവേ ഇവിടെയുള്ളൂ. അത് മറ്റാരുമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രയേൽ എളുപ്പത്തിൽ സിറിയൻ ഭരണവും പിടിക്കുമെന്ന ഭീതിയും ഇപ്പോൾ വിമതർക്കുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇസ്രയേൽ സിറിയൻ മണ്ണിൽ ആക്രമണ പരമ്പര നടത്തുന്നതെന്നാണ് അവർ കരുതുന്നത്. മിസൈൽ ഡിപ്പോകൾ, വ്യോമതാവളങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സിറിയൻ സൈന്യത്തിന്റെ എല്ലാ മേഖലയും ഇസ്രയേൽ ഇതിനോടകം തന്നെ തകർത്തിട്ടുണ്ട്. ഡമാസ്കസ്, ഹോംസ്, ലതാക്കിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. സുരക്ഷയ്ക്കാണ് സിറിയയുടെ ആയുധശേഖരവും കപ്പലുകളും തകർത്തതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഇസ്രയേൽ നാവികസേന നടത്തിയ ആക്രമണത്തിൽ സിറിയൻ നാവികസേനയുടെ 15 കപ്പലുകളാണ് തകർന്നിട്ടുള്ളത്. ഇസ്രയേൽ ഡമാസ്കസിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട്. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു പ്രധാനമായിട്ടും ആക്രമണം നടന്നത്. ഡിസംബർ 14-നും 15-നും ആക്രമണം തുടർന്ന ഇസ്രയേൽ സിറിയയുടെ പർവ്വതത്തിന് അടിയിലുള്ളതായിട്ടുള്ള റോക്കറ്റ് സംഭരണ കേന്ദ്രത്തിലടക്കം ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിയയുടെ ആയുധശേഷിയുടെ 90% തകർത്തതായിട്ടാണ് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിക്കുന്നത്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഏത് നിമിഷവും ഇസ്രയേൽ സൈന്യം നീങ്ങുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടെയാണ് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ നിലവിലെ സിറിയൻ ഭരണകൂടം നിർബന്ധിതരാകുന്നതും. സിറിയൻ വിമതസേനയായ HTS തലവൻ അബു മുഹമ്മദ് അൽ ജലാനി സിറിയയിൽ ഇനി വ്യോമാക്രമണം നടത്താൻ ഇസ്രയേലിന് ന്യായീകരണമൊന്നുമില്ലെന്നാണ് തുറന്നടിച്ചിരിക്കുന്നത്. അതേസമയം വിമത നീക്കം കൊണ്ട് സിറിയ വിട്ട ഭരണാധികാരി ബഷാറുൽ അസദ് താൻ റഷ്യയിലേക്ക് ചേക്കേറിയതിന്റെ കാരണം വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. സിറിയയിൽ നിന്നുള്ള എൻ്റെ യാത്ര നേരത്തെ ആസൂത്രണം ചെയ്തതാണെന്നാണ് ചിലർ അവകാശപ്പെടുന്നത് പോലെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ചതോ ആയിരുന്നില്ല. പോരാടാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ സിറിയയിൽ നിന്ന് അധികാരഭ്രഷ്ടനാക്കപ്പെട്ട ശേഷം മൗനം വെടിഞ്ഞിരിക്കുകയാണ് സിറിയൻ മുൻ പ്രസിഡന്റായ ബഷാറുൽ അസദ്. റഷ്യയിൽ അഭയം തേടിയതിനു ശേഷം അസദിന്റെ ആദ്യ പ്രസ്താവന വാർത്താ ഏജൻസിയായ AFP ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തന്റെ ഭരണത്തെ ന്യായീകരിച്ച അസദ് സിറിയയിൽ നിന്നും ആസൂത്രിതമായി രക്ഷപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. സിറിയയിൽ നിന്നുള്ള യാത്ര ആസൂത്രിതമോ യുദ്ധത്തിന്റെ അവസാന മണിക്കൂറുകളിലോ സംഭവിച്ചത് ആയിരുന്നില്ല. ഭരണകൂടം തീവ്രവാദത്തിന്റെ കൈകളിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പദവിയിൽ തുടരുന്നത് അർത്ഥശൂന്യമാണ്. സിറിയ വിട്ടുപോകാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നില്ല. ഡ്രോൺ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെയാണ് രാജ്യം വിടാൻ തീരുമാനിച്ചത്. സിറിയൻ പ്രസിഡൻസിയുടെ ടെലിഗ്രാം ചാനലിൽ തിങ്കളാഴ്ചയാണ് ബഷാറുൽ അസദിന്റെ പേരിൽ പൊതുപ്രസ്താവന പ്രത്യക്ഷപ്പെട്ടത്. സിറിയയിൽ നിന്ന് എന്തിന് പലായനം ചെയ്തു എന്നതൊക്കെ ഈ പ്രസ്താവനയിൽ അസദ് വിവരിക്കുന്നുണ്ട്. തന്റെ ഭരണത്തെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഓരോ വാക്കുകളും അദ്ദേഹം പറയുന്നത്. 2024 ഡിസംബർ 8 ഞായറാഴ്ച പുലർച്ചെ വരെ എൻ്റെ ചുമതലകൾ ഞാൻ നിർവഹിച്ചു. സംഘർഷം തുടങ്ങിയപ്പോഴും ഡമാസ്കസിൽ തന്നെ തുടർന്നു പോന്നു. വിമത പോരാളികൾ എന്ന് വിളിക്കുന്ന ഭീകരസേന തലസ്ഥാനത്ത് പ്രവേശിച്ചപ്പോൾ യുദ്ധപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനാണ് തീരദേശ നഗരമായ ലതാക്കിയയിലെ റഷ്യൻ താവളത്തിലേക്ക് നീങ്ങിയത്. ചുരുക്കത്തിൽ റഷ്യ തന്നെ സിറിയയിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു എന്നതാണ് അസദിന്റെ വാദം. റഷ്യൻ താവളത്തിലേക്ക് മാറിയതിന് പിന്നാലെ അവിടെ സൈനിക ബേസുകളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി.
തുടർന്ന് ഡിസംബർ 8 ഞായറാഴ്ച വൈകുന്നേരം റഷ്യയിലേക്ക് ഉടൻ പലായനം ചെയ്യണമെന്ന് മോസ്കോ അഭ്യർത്ഥിക്കുകയായിരുന്നു. ഡിസംബർ 8 രാവിലെയാണ് ഡമാസ്കസ് വിടുന്നത്. ഡമാസ്കസിന്റെ പതനത്തിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അവസാന സൈനിക ബസ്സുകളും തകർന്നു. ശേഷിക്കുന്ന എല്ലാ സർക്കാർ സ്ഥാനങ്ങളും തകർച്ചയുടെ വക്കിലായിരുന്നു. റഷ്യൻ വ്യോമതാവളവും ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് തനിക്ക് സിറിയ വിടേണ്ടി വന്നതെന്നാണ് പുറത്തുവന്ന ആസദിന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ക്ഷമാപണത്തിന്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല ആസദിന്റെ ഈ പ്രസ്താവനയിൽ. മറിച്ച് സിറിയക്കാരുടെ പിന്തുണയുള്ള ഒരു ദേശീയ പദ്ധതിയുടെ സംരക്ഷകൻ താൻ തന്നെയാണെന്ന പട്ടവും അദ്ദേഹം തന്നെ എടുത്തണിഞ്ഞിട്ടുണ്ടായിരുന്നു. അധികാരം ഒഴിയുന്നതിനെ പറ്റിയോ മറ്റൊരു രാജ്യത്ത് അഭയം തേടിയതിനോ പറ്റിയോ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു അഭ്യർത്ഥന പോലും ഒരു സംവിധാനത്തിന്റെ മുന്നിൽ വെച്ചിട്ടുമില്ല. പോരാട്ടം തുടരാനാണ് ഉറപ്പിച്ചതെങ്കിലും റഷ്യയിൽ അഭയം തേടിയതിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ അസദ് അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്: സിറിയ വിടാനുള്ള തീരുമാനം അസദ് അതീവ രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്നുവെന്നും ആർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നതുമാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. രാജ്യം വിടുന്നതിന് തൊട്ടു മുൻപ് അസദ് സൈനിക മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തു. വിമതർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് നീണ്ട മൗനത്തിന് ശേഷം ആസദിന്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. ബഷർ അൽ അസദിന്റെയും കുടുംബത്തിന്റെയും ചില ചിത്രങ്ങളും വിമതർ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലുള്ള ബഷർ അൽ അസദിന്റെ ചിത്രങ്ങളും നമുക്ക് കാണാം. സെൽഫി എന്ന് തോന്നിക്കുന്ന ഷർട്ടില്ലാതെയുള്ള അസദിന്റെ ചിത്രമാണ് പ്രചരിക്കുന്നതിൽ പ്രധാനപ്പെട്ടത്. അർദ്ധനഗ്നനായി സ്കൂട്ടറിൽ ഇരിക്കുന്നതും ഒരു സ്ത്രീയെ തോളിലേറ്റി നിൽക്കുന്നതുമെല്ലാം പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു. ബഷറിന്റെ പിതാവായ ഹാഫിസ് അൽ അസദ് ശരീരം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രവും ഇതിലുണ്ട്. ചിത്രങ്ങൾക്കെല്ലാം വലിയ ശ്രദ്ധയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ അസദിന് രൂക്ഷമായ ഭാഷയിലുള്ള പരിഹാസമാണ് ഇപ്പോൾ നേടിയെടുക്കാനായിട്ടുള്ളത്. അൽ ജസീറയിലെ മാധ്യമപ്രവർത്തകനായ സാദ് അബേദിൻ ഈ ഫോട്ടോകളിൽ ചിലത് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അനന്തമായ പേടി സ്വപ്നങ്ങൾ നൽകുന്നുവെന്നാണ് അദ്ദേഹം ഇതിന് നൽകിയ തലക്കെട്ട് പോലും. ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ വിമർശനവുമായി സിറിയൻ മാധ്യമപ്രവർത്തകനായ ഹുസാം ഹമൂദും രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. മുൻ സിറിയൻ പ്രസിഡന്റിന്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇതേ സമയത്ത് തന്നെ ഇസ്രയേൽ സിറിയയിൽ ആക്രമണങ്ങൾ തുടർക്കഥ ആക്കുകയാണ്. ആക്രമണം ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും സിറിയൻ പരമാധികാരത്തെ മാനിക്കണമെന്നും ജുലാനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്ര പരിഹാരങ്ങളാണ് വേണ്ടത്. സിറിയൻ മണ്ണിലേക്കുള്ള ഇസ്രയേലിന്റെ അധിനിവേശം അത്യന്തം അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇസ്രയേലുമായുള്ള ദീർഘകാല സംഘർഷം രാജ്യത്തെ വീർപ്പുമുട്ടിച്ചിരിക്കെ പുതിയ ഏറ്റുമുട്ടലിന് താല്പര്യമില്ലെന്നും HDS തലവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇസ്രയേൽ ആക്രമണത്തിൽ സിറിയയെ വിമതസേനയും പകച്ചു നിൽക്കുകയാണെന്നാണ് ജുലാനിയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതേസമയം HDS തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിക്ക് ഇസ്രയേൽ ഒരു സന്ദേശം അയച്ച വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 3 കക്ഷികൾ വഴിയാണ് സന്ദേശം എത്തിച്ചിട്ടുള്ളത്. ഇസ്രയേലിന്റെ അതിർത്തിയിലേക്കും ഇസ്രയേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശങ്ങളിലേക്കും വിമതസേന വരരുതെന്നാണ് സന്ദേശത്തിന്റെ പ്രധാന ഉള്ളടക്കം തന്നെ. HDS അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേൽ സൈന്യം തക്കതായ മറുപടി നൽകുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. CNN നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലി മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ബറാക്ക് ഡേവിഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിറിയയിലെ വിവിധ സംഘങ്ങളുമായി ഇസ്രയേലിന് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വടക്കൻ ഭാഗത്തുള്ള കുർദിഷ് വിഭാഗം, സിറിയൻ ഗോലാൻ കുന്നുകളിലെ ദാറൂസ് വിഭാഗം എന്നിവയെല്ലാം തന്നെ അടുത്ത ബന്ധമാണ് ഇസ്രയേലിനുള്ളതെന്നും ബറാക്ക് വ്യക്തമാക്കുന്നു. ഇസ്രയേൽ സിറിയൻ വിമതർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകാരങ്ങളൊക്കെ തന്നെ മറ്റു ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ളതാണെന്ന് തിരിച്ചറിവ് അവർക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല അറബ് രാഷ്ട്രങ്ങൾക്കും ഏറെക്കുറെ ഈ കാര്യങ്ങൾ വ്യക്തവുമാണ്. റഷ്യയും ഇറാനും അവനവൻ്റെ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അതേ സമയത്ത് തന്നെ ഇത്തരമൊരു നീക്കം നടത്തി ഭരണം അട്ടിമറിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയതിൻ്റെ പിന്നിലും ഇസ്രയേലിന് പങ്കുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ വിമതസേന റഷ്യയെ കൂട്ടുപിടിക്കുന്നത്. എന്തായാലും പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.